പോലീസിലെ വാട്സ്ആപ്പ് സന്ദേശ വിവാദത്തിലെ അന്വേഷണത്തിൽ അസാധാരണ നീക്കം. IPS ഉദ്യോഗസ്ഥനെതിരായ പരാതി SP മെറിൻ ജോസഫ് അന്വേഷിക്കും. DIG അന്വേഷിച്ച പരാതിയാണ് SP കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. DIGക്കും നൽകിയ മൊഴിയിൽ നടപടി ഉണ്ടായില്ല. അനന്തകൃഷ്ണൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനന്തൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇത്തരം ഈ ഒരു സംഭവത്തിൽ അസാധാരണ നീക്കം? ഇതിന് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള നടപടികളിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്? വിശദവിവരങ്ങൾ എന്താണ് അനന്തൻ? സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലെ AIG VG വിനോദ് കുമാർ, അദ്ദേഹം പത്തനംതിട്ട SP ആയിട്ടിരുന്നപ്പോൾ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ പരാതി 2 വനിതാ SIമാർ നൽകിയത്. ഇത് സംബന്ധിച്ച വാർത്ത ഇന്നലെ രാവിലെ 7 മണിക്കാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ചില നടപടികൾ ത്വരിതഗതിയിൽ പോലീസ് ആസ്ഥാനം കേന്ദ്രമാക്കി നടന്നത്. DIG അജിത ബീഗമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം DGPക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പുതിയ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത് ഹെഡ്ക്വാർട്ടേഴ്സ് SP മെറിൻ ജോസഫിനോടാണ് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെറിൻ ജോസഫ് VG വിനോദ് കുമാറിന് ഹാജരാകാൻ വേണ്ടി 2-ാം തീയതി ഹാജരാകാൻ വേണ്ടി നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇതിൽ അസാധാരണ നീക്കമെന്ന് പറയുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG തന്നെ നേരിട്ട് അന്വേഷണം നടത്തി മൊഴി രേഖപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയ കേസാണ്, പരാതിയാണ്. അതിലാണിപ്പോൾ DIG അന്വേഷിച്ച റിപ്പോർട്ട് വീണ്ടും SP കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ വിധേയനെ സഹായിക്കാനാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. മാത്രമല്ല, ഇതിൽ കൃത്യമായി ഈ വനിതാ SIമാർ DIGക്ക് നൽകിയ മൊഴിയിൽ പോഷ് ആക്ട് ഇടാവുന്ന കുറ്റം ഉൾപ്പെടുന്നുണ്ട്. അതായത് ജോലി സ്ഥലത്തെ ലൈംഗികാതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കാവുന്ന മൊഴിയാണ് ഈ വനിതാ SIമാർ നൽകിയത്. എന്നിട്ട് പോലും ഏതാണ്ട് 2 ആഴ്ച മുമ്പ് രേഖപ്പെടുത്തിയ മൊഴി, അതിനെ തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണ വിധേയന ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നു. അപ്പോൾ ഇത്രയും ദീർഘമായ അവസരം ആ ഉദ്യോഗസ്ഥന് നൽകുന്നു. മാത്രമല്ല, പോഷ് ആക്ട് പ്രകാരം കേസെടുക്കാവുന്ന അല്ലെങ്കിൽ കുറ്റം ചുമത്താവുന്ന മൊഴി ഉണ്ടായിട്ടും അതേ മൊഴി DIG രേഖപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും അതിലിപ്പോൾ മറ്റൊരു SP കൊണ്ട്, അതായത് DIGക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കുന്നത് ഈ നടപടികളിൽ കാലതാമസം വരുത്താനാണ്, അത് ആരോപണ വിധേയനെ സഹായിക്കാനാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല, ഈ വനിതാ SIമാർ നൽകിയ മൊഴി, ആ മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ പത്തനംതിട്ട SP ആയിട്ടിരിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ രാത്രിയിൽ വാട്സാപ്പിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു എന്നടക്കമുള്ള, അതിൽ ദുരുദ്ദേശപരമായ മെസ്സേജുകൾ ഉണ്ട് എന്നതടക്കമുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണമാണ് ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ ജോലിസ്ഥലത്തെ ഇത്തരം പീഡനങ്ങൾ പരിശോധിക്കേണ്ട കമ്മിറ്റിയുടെ തലപ്പത്ത് വരേണ്ട ഉദ്യോഗസ്ഥനാണ് ഇത്തരമൊരു നടപടി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതിലേറ്റവും ഗൗരവതരം. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ആയതുകൊണ്ടാണ് ഈ വനിതാ SIമാർക്ക് DIG തന്നെ സമീപിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അനന്തൻ, വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ഇത്.